പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സിലെ 4ാമത്തെ മൊഡ്യൂളിലെ 4ാമത്തെ ഭാഗമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് എത്നിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് ഇഷ്യൂസ് എന്നുള്ളതാണ്. എത്നിക് എന്ന് പറയുമ്പോൾ വംശീയമായിട്ടുള്ളതും, ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇന്ത്യയിൽ ഭാഷാപരമായും വംശീയപരമായിട്ടും ഒരുപാട് ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ത്യ ഭാഷൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത ഭാഷകളുള്ള നാടാണ്. കാരണം നമ്മുടെ സംസ്ഥാനങ്ങൾ വരെ രൂപീകരിച്ചിട്ടുള്ളത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ കേരളം മലയാളം സംസാരിക്കുന്നവരുടെ സംസ്ഥാനമാണ്. ഇനി തമിഴാണ് ഭാഷ, തെലങ്കാനയിൽ തെലുങ്കാണ് ഭാഷ, കർണാടകയിൽ കന്നഡയാണ് ഭാഷ, മഹാരാഷ്ട്രയിൽ മറാത്തിയാണ് ഭാഷ. അങ്ങനെ പലയിടങ്ങളിൽ സംസ്ഥാനങ്ങളാക്കി മാറ്റിയതൊക്കെ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഭാഷ എന്നുള്ളതും അതോടൊപ്പം വംശീയം, എത്നിസിറ്റി, അതും ഇന്ത്യയിലെ പ്രധാനമായിട്ടും പ്രശ്നങ്ങളുണ്ടാകുന്ന പ്രധാനപ്പെട്ട 2 കോൺസെപ്റ്റുകളാണ്. അപ്പോൾ ഒരു വലിയ സമൂഹത്തിനുള്ളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംസ്കാരം, വംശം, ദേശീയത അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ബന്ധം എന്നിവയാൽ വേർതിരിക്കുന്ന ജനവിഭാഗങ്ങളൊക്കെയാണ് വംശീയ വിഭാഗങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ജനനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഗ്രൂപ്പ് ഐഡൻറ്റിറ്റിയാണ്, അതായത് വംശം എന്ന് പറഞ്ഞാൽ നമ്മളെ ജനനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഐഡൻറ്റിറ്റിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിൽ വിവിധ മതക്കാരുണ്ട്, വിവിധ വംശീയ വിഭാഗമുണ്ട്, സാംസ്കാരിക വിഭാഗമുണ്ട്, ഭാഷാ വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ദേശീയ ഐക്യത്തിന് മുൻഗണന നൽകുന്നുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്ത് വിവിധ സമയത്ത് വിവിധ വിഭാഗങ്ങൾ തമ്മിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രതിഷേധങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും എത്നിസിറ്റി അല്ലെങ്കിൽ ഭാഷയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നമായി വരുന്നതെന്നും ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് വടക്കു കിഴക്കേ ഇന്ത്യ, അതായത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ വടക്കു കിഴക്കേ ഭാഗത്തുള്ള 7 സംസ്ഥാനങ്ങളാണ് വടക്കു കിഴക്കേ ഇന്ത്യ എന്ന് പറയുന്നത്, നോർത്ത് ഈസ്റ്റ്. അപ്പോൾ ഈ മേഖല വംശീയ സംഘർഷങ്ങളാൽ കലുഷിതമായിട്ടുള്ള മേഖലയാണ്. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ അറിയാം, മണിപ്പൂരിൽ കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് 2 വിഭാഗങ്ങൾ തമ്മിൽ ഭയങ്കര സംഘർഷങ്ങൾ നടക്കുകയാണ്. അപ്പോൾ വടക്കു കിഴക്കേ ഇന്ത്യ ഈ ഒരു വടക്കു കിഴക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള വംശീയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ഇത്തരം വംശീയ ഗ്രൂപ്പുകൾ ഏറ്റവും കൂടുതലുള്ളതും പിന്നെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഗ്രൂപ്പുകളൊക്കെയാണ് ഇവ. അപ്പോൾ ഈ സംഘർഷങ്ങളിൽ ആക്രമണം ഉണ്ടാവാറുണ്ട്, ക്രൂരതകൾ ഒരുപാടെണ്ണം ഉണ്ടാവാറുണ്ട്, നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാറുണ്ട്, പിന്നെ വലിയ രീതിയിലുള്ള സ്വത്തുക്കൾ അപഹരിക്കാറുണ്ട്, പിന്നെ വലിയ രീതിയിലുള്ള സാമൂഹിക പ്രശ്നങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നോർത്ത് ഈസ്റ്റിലുള്ള പ്രധാനപ്പെട്ട വംശീയ വിഭാഗങ്ങളാണ് നാഗ പീപ്പിൾ എന്ന് പറയുന്നത്, പിന്നെ കുക്കി വിഭാഗം, പിന്നെ ബോഡോലാൻഡ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക രാജ്യം തന്നെ വേണമെന്നാണ് പറഞ്ഞിരുന്നത് അവർ, പിന്നെ ആസാമിൽ, ബംഗാളിൽ ഇവിടെയൊക്കെ സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ ത്രിപുര, അരുണാചൽ പ്രദേശ്, മിസോറാം ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇന്ത്യയിലെ വടക്കു കിഴക്കൻ ഭാഗങ്ങൾ എപ്പോഴും വംശീയപരമായിട്ട് സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മുടെ സമാധാനത്തിനും ജനാധിപത്യ സംവിധാനത്തിനൊക്കെ ഭീഷണിയായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് വംശീയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം വംശീയ പ്രശ്നങ്ങളിൽ ഒന്നാമത്തേതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നോർത്ത് ഈസ്റ്റ്. രണ്ടാമതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് തമിഴ് മൂവ്മെൻറ്റാണ്. തമിഴ് എന്ന് പറഞ്ഞാൽ ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു മൂവ്മെൻറ്റാണ് തമിഴ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ദ്രാവിഡ മൂവ്മെൻറ്റ്. ദ്രാവിഡ മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ ദ്രാവിഡ വിഭാഗം, നമ്മൾ ദ്രവീഡിയരാണ് നമ്മളൊക്കെ. ഇപ്പോൾ കേരളം, തമിഴ്നാട്, കർണാടക, പിന്നെ ആന്ധ്രാപ്രദേശ്, തെലങ്കാനയൊക്കെ ദ്രവീഡിയർ, സൗത്ത് ഇന്ത്യക്കാരെ ദ്രവീഡിയൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദ്രാവിഡ വിഭാഗത്തിൻ്റെ സാമൂഹിക, സാംസ്കാരിക, ചരിത്രപരമായ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരാണ് യഥാർത്ഥ ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ തമിഴ്നാട്ടിൽ ഒരുപാട് മൂവ്മെൻറ്റ്സ് ആരംഭിച്ചിട്ടുണ്ട്. അതിനാണ് തമിഴ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ദ്രാവിഡ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ജാതിയുടെ വ്യവസ്ഥ അല്ലെങ്കിൽ സമൂഹത്തിൽ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന മേധാവിത്വം, ഇതിനൊക്കെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കൂടിയാണ് തമിഴ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ദ്രാവിഡരാണ് യഥാർത്ഥ ഇന്ത്യക്കാരെന്നും ബാക്കിയുള്ള ഈ ഒരു ബ്രാഹ്മണാധിപത്യം സമൂഹത്തിന് ദോഷകരമാണെന്നും ആ ബ്രാഹ്മണാധിപത്യത്തെ ഇല്ലാതാക്കിയിട്ട് പരമ്പരാഗതമായ രീതികളിലും ആചാരങ്ങളിലുമൊക്കെ എല്ലാവർക്കും തുല്യമായ അവകാശങ്ങൾ ഉണ്ടായിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് രാമസ്വാമി നായ്ക്കരുടെ നേതൃത്വത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് ദ്രാവിഡ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ തമിഴ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രാമസ്വാമി നായ്ക്കരുടെ നേതൃത്വത്തിൽ വന്ന മൂവ്മെൻറ്റാണ്. അദ്ദേഹത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പെരിയാർ എന്ന് പറയുന്നത് കേട്ടോ, പെരിയാർ. അപ്പം ഈ ഒരു മൂവ്മെൻറ്റ് പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിരുന്നത് ബ്രാഹ്മണാധിപത്യത്തിനെതിരായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും അഭിമാനം. അദ്ദേഹം തുടങ്ങിയിട്ടുള്ള മൂവ്മെൻറ്റിൻ്റെ പേരാണ് സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ സ്വയം അഭിമാനിക്കുക. അപ്പോൾ നമ്മുടെ ഭാഷയിലും നമ്മുടെ സംസ്കാരത്തിലും സ്വയം അഭിമാനിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ അദ്ദേഹം ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ പ്രൈഡ് എന്നുള്ള പേരിലാണ് അവതരിപ്പിച്ചത്. തമിഴ് ഭാഷയിലും സംസ്കാരത്തിലും ശക്തമായ അഭിമാനം വളർത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ദ്രാവിഡ വേരുകൾക്ക് ഊന്നൽ നൽകുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. അതേപോലെ അദ്ദേഹം സംസ്കൃത ഭാഷൻ്റെ സ്വാധീനത്തെയും അതോടൊപ്പം ഹിന്ദി ഭാഷയുടെ സ്വാധീനത്തെയും അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. ഹിന്ദിയും സംസ്കൃതമൊന്നും യഥാർത്ഥ ഇന്ത്യൻ ഭാഷയല്ല, ഇന്ത്യയുടെ യഥാർത്ഥ ഭാഷ എന്ന് പറഞ്ഞാൽ തമിഴാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തമിഴ് മാത്രമല്ല, തമിഴും അതോടൊപ്പം അനുബന്ധ ഭാഷകളും. ഇപ്പോൾ തമിഴിൻ്റെ അനുബന്ധ ഭാഷ തന്നെയാണ് നമ്മുടെ മലയാളവും കന്നഡയൊക്കെ പറയുന്നത്. അപ്പം തമിഴും അനുബന്ധ ഭാഷകളുമാണ് യഥാർത്ഥ ഇന്ത്യൻ ഭാഷകൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആശയം. അങ്ങനെ ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാക്കുന്നതിനെയും ഇന്ത്യക്ക് കൂടുതൽ പ്രാധാന്യം ഇന്ത്യയിൽ കിട്ടുന്നതിനൊക്കെ ഇവർ എതിർത്തിട്ടുണ്ട്. അങ്ങനെ ദ്രാവിഡ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വന്നൊരു മൂവ്മെൻ്റ് ആയിരുന്നു തമിഴ് മൂവ്മെൻറ്റ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പെരിയാറിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഈ ബ്രാഹ്മണർക്കെതിരെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബ്രാഹ്മണർക്കെതിരെയുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പിന്നീട് മതേതരത്വം, യുക്തിവാദം എന്നുള്ള രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ മതാചാരങ്ങളെ പലപ്പോഴും തിരസ്കരിക്കുകയും ഈ മതപരമായിട്ടുള്ള ചടങ്ങുകളിൽ ബ്രാഹ്മണ നേതൃത്വത്തെ അദ്ദേഹം എതിർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൻ്റെ അവകാശങ്ങൾക്കും സംരക്ഷണത്തിനും അല്ലെങ്കിൽ അവരുടെ നീതിക്കൊക്കെ വേണ്ടിയിട്ട് നിലകൊണ്ട വ്യക്തിയായിരുന്നു ഇപ്പോൾ പെരിയാർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം അതിനുവേണ്ടി രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് പിന്നീട് ജസ്റ്റിസ് പാർട്ടി ആയിട്ട് മാറി, ജസ്റ്റിസ് പാർട്ടി. പിന്നീടാണ് ഈ ജസ്റ്റിസ് പാർട്ടി ഒഴിവാക്കിയിട്ട് അദ്ദേഹം ദ്രാവിഡ കഴകം എന്നുള്ള പേരിൽ ഒരു പാർട്ടി രൂപീകരിക്കുന്നത്. പിന്നീട് അത് DMK ആയി, പിന്നെ IDMK അങ്ങനെയൊക്കെ ഭിന്നിച്ച് പോയതാണ്. അപ്പോൾ തമിഴ് മൂവ്മെൻറ്റ് അത്രയും പ്രധാനപ്പെട്ടൊരു മൂവ്മെൻറ്റാണ്. അപ്പോൾ ആ തമിഴ് മൂവ്മെൻറ്റിൻ്റെ ചരിത്രപരമായിട്ട് എന്തെല്ലാമാണ് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് ഇനി പറയുന്നത്. അപ്പോൾ സമൂഹത്തിൽ നിലവിലുള്ള അസമത്വങ്ങൾ തുറന്നു കാട്ടുന്നതിനും അതോടൊപ്പം ഈ അസമത്വങ്ങൾ വർദ്ധിക്കുന്നതിനൊക്കെയുള്ള കാലഘട്ടത്തെക്കുറിച്ചും അത് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ഇവർ പഠനം നടത്തുകയും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയുന്നത് ബ്രാഹ്മണരില്ലാത്ത നേതാക്കന്മാർ സംഘടിക്കാനും അവരുടെ അവകാശങ്ങൾ ഉറപ്പിക്കാനും വേണ്ടി ഇവർ ഊന്നൽ നൽകി. ബ്രാഹ്മണരായിരുന്നു അന്നൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത്, മതപരമായും സാമൂഹികപരമായൊക്കെ. അപ്പം ബ്രാഹ്മണരല്ലാത്ത നേതാക്കന്മാർക്ക് കൂടുതൽ പ്രസക്തി കിട്ടണം എന്നുള്ള പേരിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി. അങ്ങനെ അവർ ജസ്റ്റിസ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടി രൂപീകരിച്ചു. പിന്നെ ബ്രിട്ടീഷുകാരുടെ സെൻസസും പിന്നെ കൊളോണിയൽ സർക്കാർ സ്വീകരിച്ച മറ്റ് നടപടികളും ദ്രാവിഡ സ്വത്വമെന്ന ആശയം ഉറപ്പിക്കാൻ സാധിച്ചു. ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ദ്രാവിഡരാണ് യഥാർത്ഥ ഇന്ത്യക്കാർ എന്നുള്ള രീതിയിൽ ഒരുപാട് ആശയങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട രീതിയായിരുന്നു ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ, അതായത് ആൻറ്റി ഹിന്ദി അജിറ്റേഷൻസ് എന്ന് പറയും. അതായത് ഈ ഹിന്ദിയെ ദേശീയ ഭാഷയാക്കുന്നതിന്, ഇന്ത്യക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനൊക്കെ ഇവർ എതിർത്തു. തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. തമിഴ്നാട്ടിലൊക്കെ എല്ലാ ബോർഡുകളും തമിഴിലായിരിക്കും. കാരണം അവർ ഹിന്ദിയോ മറ്റ് വിദേശ ഭാഷകളൊന്നും പ്രധാനമായിട്ട് അംഗീകരിക്കുന്നില്ല. അപ്പം ഹിന്ദി ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടണമെന്ന് അവർ വാദിച്ചു. അങ്ങനെ ഈ ഹിന്ദി ഭാഷൻ്റെ പ്രാധാന്യം കിട്ടുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള മൂവ്മെൻറ്റുകൾ പിന്നീട് അദ്ദേഹത്തിനെയൊക്കെ ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട ലീഡർമാരാക്കുന്നതിലും ദ്രാവിഡ പാർട്ടികൾക്ക് രൂപം നൽകുന്നതിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ദേശീയ ശ്രദ്ധ നേടാനും ഇതിന് കഴിഞ്ഞു. അങ്ങനെ ദ്രാവിഡ പാർട്ടികൾ എന്നുള്ള പേരിൽ ദ്രാവിഡ നാട്ടിൽ, അതായത് തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ രൂപം കൊണ്ടു. ആദ്യം ജസ്റ്റിസ് പാർട്ടിയിൽ നിന്ന് പിന്നീട് DK എന്നുള്ള പാർട്ടിയും പിന്നീട് അത് DMK എന്നുള്ള പാർട്ടിയായിട്ട് രൂപമാറ്റം വരുത്തിയതും
പിന്നീട് അതിൽ തന്നെ DMK AIADMKയും DMK ആയിട്ട് മാറി. അങ്ങനെ പല രീതികളിൽ ഈ പാർട്ടികളിൽ ഭിന്നിപ്പുണ്ടാവുകയും ചെയ്തെങ്കിലും ഇന്നും തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട 2 പാർട്ടികളായിട്ടുള്ള DMK ദ്രാവിഡ മുന്നേറ്റ കഴകത്തിനും രണ്ടാമത്തെ പാർട്ടി ആയിട്ടുള്ള AIADMK അതായത് ആൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നുള്ള പേരിലുള്ള പാർട്ടിക്കും പ്രധാനപ്പെട്ട ആശയം ഹിന്ദി വിരുദ്ധത തന്നെയാണ്. പിന്നെ പെരിയാറിന് ശേഷം വ്യത്യസ്തങ്ങളായിട്ടുള്ള നേതാക്കന്മാർ ഇവർ വന്നു എന്നുള്ളതാണ്. അപ്പോൾ പെരിയാർ EV രാമസ്വാമി നായ്ക്കർ എന്നുള്ള പെരിയാർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോൾ EV രാമസ്വാമി നായ്ക്കറുടെ ശേഷം പിന്നീട് MGRും പിന്നെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ CN അണ്ണാദുരൈ പോലുള്ള നേതാക്കന്മാരൊക്കെ വന്നത് ഈ ഒരു തമിഴ് പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ തമിഴ് പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ ഒന്നാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സമരമാണ് തെലങ്കാന മൂവ്മെൻറ്റ്. ഭാഷാപരമായിട്ടുള്ള സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തെലങ്കാന മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് വിശാല ആന്ധ്രാപ്രദേശ് എന്നുള്ള സംസ്ഥാനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ സമരം നടന്നിരുന്നത്. അപ്പോൾ 1956 ഇന്ത്യയിലെ തെലുങ്ക് സംസാരിക്കുന്നവർ പ്രത്യേക ഭാഷ എന്നുള്ള പ്രത്യേക സംസ്ഥാനം എന്നുള്ള പേരിൽ തുടങ്ങിയ സമരമാണിത്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ ഇന്ത്യയിൽ ഭാഷാപരമായ സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ +2 പഠിച്ചിട്ടൊക്കെ ഉണ്ടാകും. പോറ്റി ശ്രീരാമുലു എന്നുള്ള വ്യക്തി അവർ 56 ദിവസം നിരാഹാരം ഇരിക്കുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ആന്ധ്രാപ്രദേശ് എന്നുള്ള സംസ്ഥാനം രൂപീകരിക്കുന്നുണ്ട്. അങ്ങനെ വിശാല ആന്ധ്രാപ്രദേശ് മൂവ്മെൻ്റ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അങ്ങനെ തെലുങ്ക് സംസാരിക്കുന്നവർക്ക് പ്രത്യേക സംസ്ഥാനം എന്നുള്ള പേരിൽ വിശാല ആന്ധ്രാപ്രദേശിന് വേണ്ടിയിട്ട് നടന്ന മൂവ്മെൻ്റാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം എന്താണെന്ന് നോക്കുക. 1953 ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിച്ചതിനെ തുടർന്ന് എല്ലാ തെലുങ്ക് സംസാരിക്കുന്നവരെയും ഒന്നിപ്പിക്കാനുള്ള ആഗ്രഹം ശക്തമായി. അങ്ങനെ തെലങ്കാനയെ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലേക്ക് സംയോജിപ്പിക്കണമെന്ന് വാദിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു. അതിൻ്റെ ഫലം എന്തായിരുന്നു എന്ന് വെച്ചാൽ വിശാലമായൊരു ആന്ധ്രാപ്രദേശ് എന്നുള്ളത് 1956 നവംബർ 1 അതായത് ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ ഔദ്യോഗികമായി രൂപീകരിക്കുന്ന ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ഔദ്യോഗികമായി രൂപീകരിച്ച അന്ന് ആന്ധ്രാപ്രദേശ് രൂപീകരിക്കപ്പെട്ടു എന്നാണ്. അങ്ങനെ സംസ്ഥാന പുനർസംഘടനാ നിയമത്തിൻ്റെ ഭാഗമായിട്ട് ആന്ധ്ര സംസ്ഥാനവും ഹൈദരാബാദ് സംസ്ഥാനത്തിലെ തെലുങ്ക് സംസാരിക്കുന്ന പ്രദേശങ്ങൾ ലയിപ്പിച്ചാണ് അന്ന് ആന്ധ്രാപ്രദേശ് ഉണ്ടാക്കിയത്. എന്നാൽ പിന്നീട് പ്രാരംഭ വിജയം ഉണ്ടായെങ്കിലും പ്രാദേശിക വ്യത്യാസങ്ങളും ആശങ്കകളും ആന്ധ്രാപ്രദേശിൻ്റെ അന്തിമ വിഭജനത്തിലേക്കാണ് നയിച്ചത്. ഇപ്പോൾ 2014 തെലങ്കാന ആന്ധ്രാപ്രദേശിൽ നിന്ന് വേർപ്പെടുത്തിക്കൊണ്ട് തെലങ്കാനയെ വേറൊരു സംസ്ഥാനമാക്കിയിട്ട് മാറ്റി. ഇന്നിപ്പോൾ തെലങ്കാന വേറെ ആന്ധ്രാപ്രദേശ് വേറെ ആയിട്ടാണ് നിലനിൽക്കുന്നത്. അങ്ങനെ തെലങ്കാനയെ 2014 പ്രത്യേക സംസ്ഥാനമാക്കി മാറ്റി. അങ്ങനെ ആന്ധ്രാപ്രദേശ് എന്നുള്ള വിശാലമായിട്ടുള്ള മുൻപത്തെ സംസ്ഥാനം പിന്നീട് ഒരു വിശാല ആന്ധ്രാപ്രദേശ് എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് തെലങ്കാന വേറെയും ആന്ധ്രാപ്രദേശ് വേറെയുമായിട്ട് മാറി. അങ്ങനെ പ്രാദേശികമായിട്ടൊരു വേർപിരിയലിലാണ് ഇത് അവസാനം എത്തിയത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് തെലങ്കാന മൂവ്മെൻറ്റ് എന്നുള്ളത്. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എത്നിസിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂവ്മെൻറ്റാണ് പഞ്ചാബി സുബ മൂവ്മെൻറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. പഞ്ചാബി സുബ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ പഞ്ചാബ് മൂവ്മെൻറ്റ് എന്ന് എഴുതിയാലും മതി. നമ്മൾ പഠിക്കുമ്പോൾ പഞ്ചാബ് മൂവ്മെൻറ്റ് എന്ന് പഠിച്ചാലും മതി. പഞ്ചാബ് മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം, പഞ്ചാബ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. പഞ്ചാബിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, സിഖുകാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. അങ്ങനെ 1947 മുതൽ 1966 വരെ ഇന്ത്യയിൽ നടന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു പഞ്ചാബി സംസാരിക്കുന്ന ആളുകൾ, പ്രധാനമായിട്ടും സിഖുകാർ, പഞ്ചാബി സംസാരിക്കുന്ന ആളുകൾ. അവർ പ്രത്യേക സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ പ്രസ്ഥാനം തുടങ്ങിയത്. ഈ പ്രസ്ഥാനം വിജയിക്കുകയും പിന്നീട് 1966 പഞ്ചാബ് സംസ്ഥാനം രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ പഞ്ചാബി പ്രസ്ഥാനത്തിൻ്റെ ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. 1940 ഇന്ത്യയിലെ വിഭജനം നടന്നപ്പോൾ പാകിസ്ഥാൻ എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാജ്യം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടങ്ങിയത്. അപ്പോൾ ഹിന്ദു ആധിപത്യമുള്ള പുതുതായി രൂപീകരിച്ച കിഴക്കൻ പഞ്ചാബ് സംസ്ഥാനത്ത് തങ്ങളുടെ താല്പര്യങ്ങൾ പ്രതിനിധീകരിക്കുന്നില്ലെന്ന് സിഖുകാർ തോന്നി. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഭയാർത്ഥി പ്രവാഹം നടന്നൊരു സമയമായിരുന്നു അത്. അതായത് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേര് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പാകിസ്ഥാനിലേക്ക് പോകുന്നുണ്ട്.
പാകിസ്ഥാനിൽ നിന്ന് ഒരുപാട് ഹൈന്ദവ മതവിശ്വാസികൾ ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് അതിൻ്റെ രണ്ടിനും, അതായത് ഒക്കെ വരുന്നതൊക്കെ പഞ്ചാബിലൂടെയാണ്. അപ്പോൾ പഞ്ചാബിലുള്ള ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഇത് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നി. അതായത് സിഖ് വിശ്വാസത്തിന് യാതൊരു പ്രാധാന്യവും അവരുടെ രാജ്യത്ത് അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ കിട്ടുന്നില്ല എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് ഈ പഞ്ചാബി സുബ പ്രസ്ഥാനം ഉണ്ടായത്. അപ്പം ഈ പഞ്ചാബി സുബ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തായിരുന്നു നോക്കുക. പഞ്ചാബി സംസാരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക സംസ്ഥാനം സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ഇത് അവരുടെ ഭാഷ, സംസ്കാരം, മതം എന്നിവ സംരക്ഷിക്കാൻ അവരെ അനുവദിക്കണമെന്ന് സിഖുകാർ വിശ്വസിച്ചു. അതിന് നേതൃത്വത്തിലുണ്ടായിരുന്ന ആൾക്കാർ, നേതൃത്വം എന്ന് വെച്ചാൽ ശിരോമണി അകാലിദൾ എന്നുള്ള രാഷ്ട്രീയ പാർട്ടി അവർ രൂപീകരിച്ചു. അവരാണ് ഇതിന് നേതൃത്വം നൽകിയത്. അവരുടെ പ്രധാനപ്പെട്ട സമര രീതികൾ ആദ്യ കാലഘട്ടത്തിലൊക്കെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക, പ്രകടനങ്ങൾ, പിന്നെ നിരാഹാര സമര രീതികളൊക്കെ ആയിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നത്. ആത്യന്തികമായിട്ട് ഈ ഒരു സമരം 1966 വിജയിക്കുകയാണ്. പഞ്ചാബ് സംസ്ഥാനം ഔദ്യോഗികമായിട്ട് അങ്ങനെ രൂപീകരിക്കപ്പെട്ടു. അങ്ങനെ പഞ്ചാബി സുബ പ്രസ്ഥാനം ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സമരമായി മാറി. അങ്ങനെ ഇന്ത്യയിൽ വിജയിച്ച സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട സമരമായിട്ട് ഇന്നും അത് എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. ഇതേപോലെ ഒരു പ്രസ്ഥാനമാണ് അസാമി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അസാമി മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ ആസാം എന്നുള്ള സംസ്ഥാനത്തിന് പ്രത്യേക പദവിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ് അസാമി മൂവ്മെൻറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. 1979 മുതൽ 85 വരെ ഇന്ത്യയിൽ അസാമിൽ നടന്നിട്ടുള്ള പ്രതിഷേധങ്ങൾ, രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ അസാം സംസ്ഥാനവും അതിൻ്റെ കൃത്യമായിട്ടുള്ള സംരക്ഷണമൊക്കെ ഉറപ്പുവരുന്നത്. അതായത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് വെച്ചാൽ 1971 ഇന്ത്യയിൽ ബംഗ്ലാദേശായിട്ട് യുദ്ധം ഉണ്ടാകുന്നുണ്ട്. ബംഗ്ലാദേശ് അല്ല, പാകിസ്ഥാനായിട്ട് യുദ്ധം ഉണ്ടാകുന്നുണ്ട്. അതിലൂടെ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യം രൂപീകരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു യുദ്ധത്തിൽ ഇന്ത്യ പങ്കെടുക്കുന്ന സമയത്ത് ഇന്ത്യയിലേക്ക് ഒരുപാട് ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ കുടിയേറി താമസിച്ചിരുന്നു. അപ്പോൾ അവർ ഈ പ്രദേശത്ത് ആസാമിലേക്കാണ് അന്ന് പ്രധാനമായിട്ടും കുടിയേറിപ്പോയത്. അപ്പോൾ അവർ വന്നത് കാരണത്താൽ അസാമിൽ അന്നുണ്ടായിരുന്ന ഒറിജിനൽ ആളുകളുടെ ജോലി നഷ്ടപ്പെടുകയും അവരുടെ തൊഴിൽ മേഖലകളിലൊക്കെ ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ കൈയടക്കുകയും ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അസാമി മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ആശങ്കകൾ എന്തായിരുന്നു നോക്കാം. അപ്പോൾ അസാമിലുള്ള ഈ പ്രക്ഷോഭം തുടങ്ങുന്നതിനുള്ള റീസൺസാണ് പറയുന്നത്. ഒന്നാമത്തേത് അനൗദ്യോഗിക കുടിയേറ്റം അല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ള കുടിയേറ്റം പ്രധാനപ്പെട്ട ആശങ്ക സൃഷ്ടിച്ചു. ബംഗ്ലാദേശിൽ നിന്നുള്ള വലിയ തോതിലുള്ള കുടിയേറ്റമായിരുന്നു പ്രധാനപ്പെട്ട റീസണായിട്ട് അവർ മുന്നോട്ട് വെച്ചത്. അതായത് ആസാമിലെ ജനസംഖ്യക്ക് പുറമെ അവർ ഒരുപാട് ആളുകൾ പുറത്തുനിന്ന് ആസാമിലേക്ക് വന്നത് കാരണത്താൽ അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ആരംഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വർദ്ധിച്ചു വരുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം അസാമി ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും പാർശ്വവൽക്കരിക്കുമെന്നൊരു ഭയം ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ എല്ലാവരും പുറത്തുനിന്ന് കുറേ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരവും ഇല്ലാതായി പോകുമെന്നുള്ളൊരു പേടി അവർക്കുണ്ടായിരുന്നു. പിന്നെ അതിൽ പറയുന്നത് പ്രധാനമായിട്ടും സാമ്പത്തിക ആഘാതം സൃഷ്ടിക്കുമെന്നുള്ളതായിരുന്നു. കുടിയേറ്റക്കാരുടെ വരവ്, വിഭവങ്ങളുടെയും തൊഴിലവസരങ്ങളുടെയും സമ്മർദ്ദം. അതായത് വിഭവങ്ങൾ എന്ന് വെച്ചാൽ ആ നാട്ടിലെ വിഭവങ്ങൾ അവിടുത്തെ ആ നാട്ടുകാർക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷേ ആ നാട്ടിലെ ആളുകളെക്കാൾ ഉപരി അതിൻ്റെ ഗുണഭോക്താക്കൾ പുറത്ത് നിന്ന് വന്നവരായിരിക്കുമോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു അവർക്ക്. അതോടൊപ്പം തന്നെ സാമ്പത്തിക സംവിധാനത്തിലൊക്കെ വരുന്ന ആൾക്കാർ, പുറത്തുനിന്ന് കുടിയേറി വരുന്ന ആൾക്കാർ കൂടുതൽ നേട്ടമുണ്ടാക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. അങ്ങനെ ആസാം ഭാഷ, ആസാമിലെ സംസ്കാരം, ആസാമിലെ അവരുടെ രീതികൾ, ഇതിനൊക്കെ ഭംഗം വരുമെന്നും പുറത്തു നിന്നുള്ള ആളുകൾ അനധികൃതമായിട്ട് വരുന്നത് വഴി ജോലി നഷ്ടപ്പെടുന്നു, സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടുന്നു ഭയന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത്, ഇത്തരം പുതിയ മൂവ്മെൻറ്റിലേക്ക് അവരെത്തിച്ചത്. അവർ വലിയ റാലികളും പണിമുടക്കുകൾ, പിക്കറ്റിങ്ങുകളൊക്കെ നടത്തി, വിവിധ രീതികളിലുള്ള പ്രതിഷേധ സമരങ്ങൾ നടത്തി. അങ്ങനെ 1986 അസാം കരാർ നിലവിൽ വരികയാണ്. അസാം കരാർ, അസാം അക്കോർഡ് എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റും പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളും തമ്മിൽ ചർച്ച നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അസാം കരാർ ഒപ്പുവെക്കുകയും ചെയ്തു. അങ്ങനെ അസാം കരാർ ഒപ്പുവെച്ചതോടുകൂടി പ്രശ്നം അവസാനിക്കുകയാണ്. അപ്പോൾ കരാറിലെ പ്രധാന വ്യവസ്ഥകൾ എന്താണെന്നുള്ളതാണ്. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാട് കടത്താനുള്ള സമയപരിധി നിശ്ചയിക്കുക എന്നുള്ളതാണ്. അതായത് അനധികൃത കുടിയേറ്റക്കാർ ആരാണോ അവരെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നാട് കടത്തുക എന്നുള്ളതാണ്. പിന്നെ അസാമീസ് തങ്ങളുടെ സംസ്കാരവും സാമൂഹികവും ഭാഷാപരമായിട്ടുള്ള ആശയങ്ങളൊക്കെ സംരക്ഷിക്കണം എന്നുള്ള ഒരു വ്യവസ്ഥ കൂടി കരാറിൽ ഉൾപ്പെടുത്തി.
അങ്ങനെ വലിയ രീതിയിൽ അസാം കരാർ രാജ്യത്ത് അസാമികളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്കും അവരുടെ നാട്ടിലെ സംസ്കാരം അനുസരിച്ച് അവരെ ജീവിക്കുന്നതിലേക്കും പ്രാപ്തമാക്കി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങളിലൊന്ന് തന്നെയാണ് അസാമി മൂവ്മെൻറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ അതോടൊപ്പമുള്ള മറ്റൊരു മൂവ്മെൻറ്റാണ് ജാർഖണ്ഡ് മൂവ്മെൻറ്റ് എന്നുള്ളത്. ജാർഖണ്ഡ് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റാണ് ജാർഖണ്ഡ് മൂവ്മെൻറ്റ് എന്നുള്ളത്. ഇത് അത്രയും പ്രധാനപ്പെട്ടതൊന്നുമല്ല ജാർഖണ്ഡ് മൂവ്മെൻറ്റ് എന്നുള്ളത് പക്ഷേ ഇങ്ങനെ പ്രാദേശിക മൂവ്മെൻറ്റുകൾ എന്നുള്ള പേരിൽ എന്ത് ചെയ്യാറുണ്ട്, ഇത് ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്നൊരു ഭാഗം കൂടിയാണ്. ഇനി ആ ജാർഖണ്ഡ് മൂവ്മെൻറ്റ് വെച്ചാൽ ജാർഖണ്ഡിൽ നമുക്കറിയാൻ പറ്റും അവിടെ കൂടുതലായിട്ടും ഈ ആദിവാസി വിഭാഗങ്ങളൊക്കെയാണ് കൂടുതൽ താമസിക്കുന്നത്. അപ്പോൾ ഗോത്രവർഗ സ്വത്വത്തിനോ, അതായത് ഗോത്രവർഗ്ഗക്കാർ അവരുടേതായ രീതിയിൽ ജീവിക്കാൻ അവർക്കും അധികാരമുണ്ട്. അവരുടെ കാര്യത്തിൽ പുറത്തു നിന്നുള്ള ആളുകൾ ഇടപെടൽ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ള പേരിൽ അവിടുത്തെ ഗോത്രവർഗ വിഭാഗങ്ങളായിട്ടുള്ള മുണ്ട, സന്താൾ, അങ്ങനെയുള്ള റോബോൺ തുടങ്ങിയ ഗ്രൂപ്പുകൾ നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങളെയാണ് നമ്മൾ ജാർഖണ്ഡ് പ്രസ്ഥാനം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അവരുടെ നാട്ടിലെ ഭൂമിയും അവരുടെ നാട്ടിലെ വിഭവങ്ങളും നഷ്ടപ്പെടുമോ എന്നുള്ളതായിരുന്നു അവരുടെ ഭയം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ സമരമാണ് ഇതൊക്കെ. പിന്നെ സാമ്പത്തികമായിട്ട് ചൂഷണം. അപ്പോൾ ഒരു പ്രദേശത്തെ, അതായത് അവരുടെ പ്രദേശത്തെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുകയാണെന്നും അവിടെ കൂടുതലും ഖനന പ്രവർത്തനങ്ങളും വ്യവസായങ്ങളും കൊണ്ടുവരിക വഴി അവരുടെ നാട്ടിലെ ആളുകൾക്ക് തൊഴിലും മറ്റും ഇല്ലാതാവുകയും ചെയ്തുവെന്നും അവരുടെ പ്രദേശത്ത് നിന്ന് അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നു എന്നുള്ളതൊക്കെ ആയിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് വഴി അവിടെ അവഗണിക്കപ്പെടുന്നുണ്ടെന്നും അവിടെ നിന്ന് വികസനം ഇല്ല എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്തു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ സാംസ്കാരികവും രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ആരംഭിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ജാർഖണ്ഡ് മൂവ്മെൻറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. അങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു പ്രത്യേക ജാർഖണ്ഡ് സംസ്ഥാനത്തിനായിട്ട്, ജാർഖണ്ഡ് എന്നുള്ള പേര് പ്രത്യേക സംസ്ഥാനം വേണമെന്നുള്ളതും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആവശ്യം തുടർന്നു. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളൊക്കെ ഈ ലക്ഷ്യം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചു. അങ്ങനെ ജാർഖണ്ഡ് മുക്തി മോർച്ച JMM എന്നുള്ള ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ, അങ്ങനെ ഈ രണ്ട് പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിന് പാർട്ടികളുടെയൊക്കെ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദശാബ്ദങ്ങളുടെ പോരാട്ടത്തിനൊടുവിൽ 2000 നവംബർ 15 ബീഹാറിൻ്റെ തെക്കൻ ഭാഗം വേർതിരിച്ചുകൊണ്ട് ജാർഖണ്ഡ് എന്നുള്ള സംസ്ഥാനം ഔദ്യോഗികമായിട്ട് എന്ത് ചെയ്തു, നിലവിൽ വന്നു. അതാണ് ജാർഖണ്ഡ് പ്രസ്ഥാനം. ജാർഖണ്ഡ് പ്രസ്ഥാനം അവരുടെ ഗോത്രത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഗോത്രവർഗത്തിനും മറ്റൊക്കെ സ്വന്തമായിട്ട് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നടന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു. ജാർഖണ്ഡ് എന്നുള്ള സംസ്ഥാനം ഇന്ത്യയിൽ ഔദ്യോഗികമായി രൂപീകരിച്ചത് 2000. മറ്റൊരു മൂവ്മെൻറ്റാണ് മഹാരാഷ്ട്ര മൂവ്മെൻറ്റ് എന്നുള്ളത്. മഹാരാഷ്ട്ര പ്രസ്ഥാനം വിശാലമായി പറഞ്ഞാൽ അത് മറാത്തി സ്വത്വം ഉറപ്പിക്കാനും മഹാരാഷ്ട്രയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന മൂവ്മെൻ്റ് ആയിരുന്നു. അതായത് മറാത്തിനെ സംബന്ധിച്ചിടത്തോളം 2 ഭാഷയുണ്ട്. ഹിന്ദി ഭാഷയും സംസാരിക്കുന്ന പ്രദേശമുണ്ട്, മറാത്തി ഭാഷയും സംസാരിക്കുന്ന ആളുകളുണ്ട് അവിടെ. അപ്പോൾ സംയുക്ത മഹാരാഷ്ട്ര സംസ്ഥാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയമാണിത്. അതായത് ഏകീകൃത മറാത്തി സംസാരിക്കുന്ന ആളുകൾക്ക് പ്രത്യേക സംസ്ഥാനം എന്നുള്ളതായിരുന്നു ലക്ഷ്യം. 1960 ഇന്നത്തെ മഹാരാഷ്ട്ര രൂപീകരിക്കുന്നത് ഇത് വിജയകരമായിട്ട് കലാശിച്ചു. അതായത് ഈ ഒരു മൂവ്മെൻറ്റ് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ മറാത്തി ഭാഷൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ മുംബൈയെ മഹാരാഷ്ട്രയിൽ ഉൾപ്പെടുത്തുക എന്നതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. അങ്ങനെ അന്ന് ഇതിന് നേതൃത്വം നൽകിയിരുന്ന വിഭാഗമാണ് ശിവസേന എന്ന് പറയുന്നത്. ശിവസേനൻ്റെ ലീഡേഴ്സ് മണ്ണിൻ്റെ മക്കൾ എന്നുള്ള ഒരു ആശയം, അതായത് സൺ ഓഫ് ദി സോയിൽ എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചു. അതായത് യഥാർത്ഥ മഹാരാഷ്ട്രക്കാരെന്ന് പറഞ്ഞാൽ അത് മറാത്തി സംസാരിക്കുന്നവരാണെന്നും അതുകൊണ്ട് തന്നെ മറാത്തി സംസാരിക്കുന്നവർക്ക് പ്രത്യേക സംസ്ഥാനം വേണമെന്നും ആ സംസ്ഥാനത്തിൻ്റെ ഭാഗമാക്കി മുംബൈയെ മാറ്റണം എന്നുള്ളതുമായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട സമരത്തിൻ്റെ ആശയങ്ങൾ. അങ്ങനെ അയൽ സംസ്ഥാനവുമായുള്ള അതിർത്തി തർക്കങ്ങളും മറ്റൊക്കെ പരിഹരിച്ച് പുതിയ സംസ്ഥാനമാക്കി മറാത്തി എന്നുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1960 മഹാരാഷ്ട്ര രൂപീകരിച്ചു എന്നുള്ളതിലൂടെ ഈ ഒരു സമരം വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രാദേശിക പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പ്രാദേശിക മൂവ്മെൻറ്റുകൾ എന്നുള്ള പേരിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പഠിക്കാൻ പറ്റുന്നത്. സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഭാഗമാണ്. ഓക്കെ, താങ്ക് യു.